റൈസ് കുക്കർ വെച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ചോറ് വയ്ക്കാറാണ് മിക്കവരും ചെയ്യുന്നത്. അപ്പം ഇതേപോലെ അതിൻ്റെ വാഷർ താഴോട്ട് നീങ്ങിക്കിടക്കുകയാണെങ്കിൽ മുകളിലോട്ട് കയറ്റിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. അതേപോലെ വാഷർ ലൂസാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ടിപ്പാണ് ഇതേപോലെ 2 റബ്ബർ ഇട്ട് കൊടുക്കുക. വാഷർ വേറെ മാറ്റുന്നത് വരെ നമുക്ക് വേറെ നിവൃത്തിയില്ലെങ്കിൽ ഇതേപോലെ 2 റബ്ബർ അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും. നമ്മൾ അടച്ച് വയ്ക്കുമ്പോഴത്തേനും ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം നല്ല ലൂസാണെങ്കിൽ ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഈ റിങ് ഇറക്കി വെക്കാൻ മറക്കരുത്. റിങ്ങിനകത്ത് വേണം ചോറ് നമ്മൾ ഇറക്കി വെക്കാനായിട്ട്, തിളപ്പിച്ചിറക്കി വെക്കാനായിട്ട്. റിങ്ങില്ല എങ്കിൽ റൈസ് കുക്കർ ചീത്തയായി പോകും. ഉണ്ടോ. അപ്പം വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് അരിയിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ഇറക്കി വയ്ക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ റൈസ് കുക്കറിനകത്തോട്ട് ഇറക്കി വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ചോറ് അതിനകത്തോട്ട് ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ വേവുള്ള അരി, വേവില്ലാത്ത അരി, ഇങ്ങനെ പലതുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണ്. ഇപ്പോൾ ഞാൻ ഇറക്കി വയ്ക്കുന്നത്. ഇനിയിപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഒരു 1/2-3/4 മണിക്കൂറായപ്പോഴത്തേന് ഈ ഒരു അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അഥവാ വെന്ത് പോയാൽ നമ്മൾ ആദ്യത്തെ കഞ്ഞിവെള്ളം മാറ്റിയതിന് ശേഷം ഇതുപോലെ തണുത്ത നമ്മൾ സാധാരണ വാട്ടർ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് തിളപ്പിക്കേണ്ട, ഒന്ന് ഊറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല പയറ് പോലെ കിട്ടും. അടുത്തത് മാവ് ആട്ടി വെക്കുമ്പോഴത്തേന്, നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് ആട്ടി വെക്കുമ്പോഴത്തേന് നല്ല തണുത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഈ റൈസ് കുക്കറിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് രാവിലെ നോക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ പതഞ്ഞ് പൊങ്ങിയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ സോഡാപ്പൊടി ഒന്നും തന്നെ ഇടാതെ തന്നെ നമുക്ക് മാവ് നല്ല രീതിയിൽ പുളിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെ നല്ല മഴ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ പൊങ്ങി കിട്ടാനും പുളിച്ച് കിട്ടാനൊക്കെ പാടായിരിക്കും. അപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. നല്ല രീതിയിൽ സോഫ്റ്റ് ദോശ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുടാനായിട്ട് പറ്റും. ഇതേപോലെ നമ്മൾ റൈസ് കുക്കറിനകത്ത് ബ്രെഡ്, ചപ്പാത്തി എല്ലാം മേടിച്ചതിനകത്ത് വെക്കുന്നത് നല്ല ചൂട് നിൽക്കും കേട്ടോ. നമ്മളിപ്പോൾ മേടിച്ചിട്ട് പൊട്ടിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞ് എടുക്കണമെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അതേപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തോരനോ അവിയലോ എന്തായാലും ചൂട് കുറച്ച് നേരം കൊണ്ട് നിൽക്കണമെങ്കിൽ ഇതേപോലെ റൈസ് കുക്കറിനകത്തോട്ട് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ ആ ചൂട് അതിനകത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ തിളച്ച് ചായ ആണേലും വെള്ളം ആണേലും ഒക്കെ അതിനകത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക.